Hi friends, welcome to Sindhu's Curry World. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡ് കൊണ്ടുള്ള ഒരു പക്കോടയാണ്. അതിനൊരു 5-6 പീസ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇതിൽ ചെറുതാക്കിയിട്ട് ഒന്ന് ഇതുപോലെ പിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഇത് 1 സ്പൂൺ പെരിഞ്ചീരകം, ഒരു ചെറിയ സ്പൂൺ ഗരം മസാല, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഞാനൊന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ. പച്ചമുളക് മുഴുവനോട് വട്ടത്തിൽ അരിഞ്ഞിട്ടാണ് നല്ലത്, പക്ഷെ കുട്ടികൾ കടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് നല്ലപോലെ അരച്ചെടുത്തതാണ്. അപ്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പെരിഞ്ചീരകം, ഗരം മസാല എല്ലാ സാധനങ്ങളും ഇതിലുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സബോള നീളത്തിൽ അരിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ. നീളത്തിൽ തന്നെ അരിഞ്ഞ് ചേർക്കുകയാണ് അത്. പിന്നെ ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി, അതും ഇതുപോലെ കനം കുറഞ്ഞ് നീളത്തിൽ തന്നെയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇനി ഒരു തക്കാളി, അതും ഇതുപോലെ തന്നെ കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർക്കുന്നത്. നമ്മൾ എരിവിന് പച്ചമുളകാണ് ചേർക്കുന്നത് കേട്ടോ. നമുക്കിതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടലമാവ് ചേർത്തെടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അകത്തേക്ക് കടലമാവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ കേട്ടോ. എന്നുള്ള നോട്ടിഫിക്കേഷനോടെ എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസിൻ്റെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. നമുക്ക് നോക്കിയിട്ട് കുറച്ചും കൂടെ വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പം നമ്മുടെ മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ചെഞ്ഞിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറേശ്ശെ ഇതിങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല, നമുക്കിങ്ങനെ കുറച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ബ്രെഡിൻ്റെ ഒരു മധുരവും നമ്മളുടെ പച്ചമുളകിൻ്റെ എരിവും പിന്നെ ഇടയ്ക്ക് ഒരു തക്കാളിയുടെ പുളി ഒക്കെ കൂടിയുമ്പോൾ ഒരു സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ നമ്മളുടെ പക്കോട ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ സെറ്റ് ഇട്ടത് കോരി എടുക്കണം കേട്ടോ. ഇത് വയ്ക്കുമ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ലോ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടോളൂ. ഹൈ ഫ്ലെയിമിലിട്ട് എന്താ കുഴപ്പം കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രെഡ് കരിഞ്ഞു പോവും. മീഡിയം ലോ ഫ്ലെയിമിലായ എണ്ണ കുടിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ബ്രെഡ് പക്കോട ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.